Hi all. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രാക്ഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ ഇതിന്റെ മുന്നേയും പല അവസരങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്താണ്, അതിൽ വരുന്ന ഓപ്പറേഷൻസ്, അതിൽ ചെയ്യാൻ പറ്റുന്ന ക്രിയകൾ എന്തൊക്കെയാണ്, ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഇതിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രാക്ഷനിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ചില ചോദ്യങ്ങളുടെ ഇടയിൽ ഇതുപോലത്തെ ഭിന്നസംഖ്യകൾ കയറി വരാറുണ്ട് അല്ലേ. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ മനസ്സിലായാലേ ഉള്ളൂ നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന സെക്ഷനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ അത് മാത്രമല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇത് വേറെ ഏതെങ്കിലും ചോദ്യത്തിന്റെ ഇടയിലേക്ക് കയറി വന്നാലും അവിടെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് അറിയണ്ടായിരിക്കും, പക്ഷെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് പകുതി നിന്ന് ഈ ഭിന്നസംഖ്യകളെ കാണുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പം വരാറുമുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ പെടുന്നു, ഈ വക കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ നോക്കിക്കോളൂ, P/Q എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെ നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ P/Q എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു സംഖ്യയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഭിന്നസംഖ്യകൾ. അതേപോലെ ക്യൂവിന്റെ വില 0 ആവാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം നോക്കിക്കേ, നമ്മൾ എഴുതിയിരിക്കുന്നത് P/Q എന്ന രൂപത്തിലാണ് അല്ലെ. P/Q. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഈ പിയും ക്യൂവും അല്ലെ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, Q എന്ന് പറയുന്നതിന്റെ വില ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. ഞാനത് എന്താന്നുള്ളത് നിങ്ങൾക്ക് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇപ്പൊ നമ്മള് ഇവിടെ P/Q എന്ന് പറഞ്ഞ് എഴുതാന്ന് വിചാരിച്ചോളൂ. ഇതൊരു ഭിന്നസംഖ്യയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവായിട്ട് PQ എന്ന് പറയുന്ന രണ്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പൊതുവായിട്ടൊരു റെപ്രസെന്റേഷൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അതായത് പിയുടെ സ്ഥലത്ത് ഒരു സംഖ്യയായിരിക്കും, ക്യൂയുടെ സ്ഥലത്തും ഒരു സംഖ്യയായിരിക്കും. അപ്പൊ സംഖ്യകളെ പൊതുവായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ എക്സും വൈ ഒക്കെ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ PQ എന്ന് പറയുന്ന രണ്ട് ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് ജനറലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാ. അപ്പൊ ഈ രൂപത്തിൽ എഴുതുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ എന്ന് വിളിക്കുന്നത്. അപ്പോ അതിലെ താഴെ വരുന്ന ഭാഗം, അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടേംസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അഥവാ അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ വരുന്ന സംഖ്യയാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ P ആണ് ഇവിടുത്തെ ആരായിട്ട് വരുന്നത്? നമ്മുടെ അംശം അഥവാ ന്യൂമറേറ്റർ എന്ന് പറയും. ഞാൻ ഷോർട്ട് ആക്കിയിട്ട് തൽക്കാലം NR എന്ന് എഴുതുവാണേ. ന്യൂമറേറ്റർ അഥവാ അംശഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിൽക്കുന്ന സംഖ്യ ആരാണോ അയാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ താഴെ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഛേദം. ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയാറ് കേട്ടോ. അപ്പം ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യ ആണോ എന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭിന്നസംഖ്യ രൂപത്തിലാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും? ഒരു അംശവും ഉണ്ടായിരിക്കും, ഒരു ഛേദവും ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ആ രൂപത്തിൽ ഒരു അംശവും ഛേദവുമായിട്ട് എഴുതുന്ന സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ. ഓക്കെ, അപ്പോ ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നാൽ, ഇപ്പൊ 1/2 ഒരു എക്സാമ്പിൾ എടുക്കാം ഞാൻ. ഓക്കെ, അപ്പൊ 1/2 എന്ന് പറയുമ്പോൾ ഇതിൽ 1 എന്ന് പറയുന്ന സംഖ്യ എവിടെയാ വരുന്നത്? ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശഭാഗത്താണ് അല്ലെ. 2 എന്ന് പറയുന്ന സംഖ്യയോ താഴെ ഡിനോമിനേറ്റർ അഥവാ ഛേദഭാഗത്തോ വരുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോരോ സംഖ്യയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ. അപ്പൊ ഇതിന്റെ അടുത്ത കാര്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു Q അഥവാ താഴെ കാണുന്ന ആൾ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല എന്നല്ലേ. അപ്പൊ ഇതൊരു ഫ്രാക്ഷൻ ആണ് കേട്ടോ. ഇതൊരു ഫ്രാക്ഷന്റെ ഉദാഹരണമാണ്. അതേപോലെ ഞാൻ 1/0 എന്നിട്ടെന്ന് വിചാരിച്ചോളൂ. നമ്മള് ഛേദഭാഗത്ത് അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 0 വരുമ്പോൾ ഉള്ള ആളെ ഇന്ന് വരെ പഠിച്ചിട്ടില്ല അല്ലെ. അത് നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ പാർട്ട് ഒരിക്കലും 0 വരാൻ പാടില്ല. അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെ Q ആണെങ്കിൽ ഈ Q എന്ന് പറയുന്നതിന്റെ ആൾ ഒരിക്കലും എന്താവാൻ പാടില്ല? ഒരു 0 എന്ന് പറയുന്ന നമ്പറായി വരാൻ ഒരിക്കലും പാടില്ല. അങ്ങനത്തെ ഒരു നമ്പർ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല അല്ലെ. അപ്പൊ P/Q ഫോം ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. അതിപ്പോ 1/2 ആവാം, 3/4 ആവാം. ഇനി വെറുതെ 2 എന്ന് പറയുന്ന സംഖ്യ ആണെങ്കിലോ അതിനെയും നിങ്ങൾക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതിക്കൂടെ? ഞാൻ 2 എന്ന് പറയുന്ന ഒരു സംഖ്യനെ മാത്രം ചെയ്താൽ എനിക്ക് 2/1 ഇടാം അല്ലെ. 2/1 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? 2 തന്നെയല്ലേ. അപ്പൊ അതിന് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അത് പ്രത്യേകം
നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഫ്രാക്ഷൻസിന്റെ കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. 8/11 ആദ്യത്തെ ഉദാഹരണം നിങ്ങൾ നോക്കിക്കോളൂ. അപ്പൊ ഞാൻ ഇവിടെ അംശം ഛേദം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഈ വാക്കുകൾ തമ്മിൽ എപ്പോഴും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരാളാണ് അല്ലെ, നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതാ. അംശം എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു സ്ഥലം ആരാണ്? മുകൾ ഭാഗത്ത് കാണുന്ന ആള്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പൊ അംശം മുകളില് ഛേദം താഴെ, ഇങ്ങനെ രണ്ടും കൂടെ പഠിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് വരിക? കൺഫ്യൂഷൻ വരിക. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണ്? ഏതെങ്കിലും ഒരാളെ പഠിക്കുന്നത് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ആളല്ലാത്ത മറ്റേ ആളാണ് താഴെ വരാൻ അങ്ങോട്ട് ഊഹിച്ചാൽ മതിയല്ലോ. അപ്പൊ നമ്മളിപ്പോ അംശമാണ് പഠിക്കുന്നത് വിചാരിച്ചോളൂ. അംശം മുകളിൽ വരുന്ന സംഖ്യയാണ് എന്നുള്ളത് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാം താഴെ വരുന്നതായിരിക്കും മറ്റേ ആള്. അപ്പൊ അതിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. അംശം മുകളിൽ, ആ ഒരു കാര്യം നമ്മൾ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ രീതിക്ക് ഫോളോ ചെയ്താൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വരുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ 8/11 എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതിയാൽ അതിന്റെ അംശഭാഗം എന്ത്, ഛേദഭാഗം എന്ത്, എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കാം? അംശത്തിൽ 8 എന്ന് വരും, ഛേദഭാഗത്ത് എന്ത് വന്നു? 11 എന്ന് പറഞ്ഞിട്ട് വന്നു. ക്ലിയർ അല്ലേ? ഇതേപോലെ മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. 7/9. ഈ 7/9 നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താ? ആരൊക്കെ വരാം? അംശഭാഗത്ത് ആരാണ് വരുന്നത്? ആ നമ്പറിൽ നിങ്ങൾക്ക് അംശവും ഛേദവും ഉണ്ടെന്ന് ഉറപ്പാണ്, കാരണം തന്നിരിക്കുന്നത് ഒരു ഭിന്നസംഖ്യയാണ്. അപ്പോൾ 7 എന്ന് പറയുന്ന മുകൾ ഭാഗത്ത് വരുന്ന സംഖ്യയാണ് നമ്മുടെ അംശം. അതേപോലെ ഛേദം എന്ന് പറയുന്നത് ആരാണ്? താഴ്ഭാഗത്ത് വരുന്ന സംഖ്യയായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു ഉദാഹരണം പറയാം. 200/61. ഈ സംഖ്യയിൽ നമ്മുടെ അംശം ഏതാണ്, ഛേദം എന്താണ്? വളരെ ഏറ്റവും ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഫ്രാക്ഷൻസ് ബേസിക് ആയിട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം 200 മുകളിൽ വരുന്നതാണ് അംശം, താഴെ വരുന്നത് ഛേദം. മറ്റൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ 8/22. അപ്പം മുകളിൽ വരുന്ന 8 നമ്മുടെ അംശം എന്ന് പറയുന്നത്, താഴെ വരുന്ന ആളാണ് നമ്മുടെ ഛേദഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക? നിങ്ങൾ എടുക്കുന്ന സംഖ്യയിൽ ഒരു അംശവും ഛേദവും ഉണ്ടായിരിക്കും. അങ്ങനത്തെ സംഖ്യകളെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഭിന്നസംഖ്യകളുടെ താഴെ ഭാഗം അതായത് ഛേദം ഒരിക്കലും 0 ആവില്ല. ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് എന്താണ് ഭിന്നസംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പ്രാപ്തരായിരിക്കണം. ക്ലിയർ ആണോ? ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. വ്യത്യസ്ത ഭിന്നസംഖ്യകൾ, ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ്. അപ്പൊ നമ്മൾ എന്താണ് ഭിന്നസംഖ്യ എന്ന് പറഞ്ഞു. ഇനി ഈ ഭിന്നസംഖ്യകളിൽ തന്നെ പല രീതിക്കുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ആൾക്കാരെ ഓരോരുത്തരെയായിട്ട് നമ്മൾ എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഏതൊക്കെ തരത്തിൽ വ്യത്യസ്തമായ ഭിന്നസംഖ്യകൾ ഉണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ആരൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളൂ. ഇതില് 3 രീതിക്ക് നിങ്ങൾക്ക് പറയാം. ആദ്യത്തെ ആളെന്ന് പറയുന്നത് സാധാരണ ഭിന്നം എന്നാണ് നമ്മൾ വിളിക്കുക. സാധാരണ ഭിന്നം. ഈ സാധാരണ ഭിന്നത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് നമ്മുടെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഭിന്നമാണ്. ഓക്കെ, അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ ഞാൻ 3 ടൈപ്പ് ഫ്രാക്ഷൻസ് ആണ്, 3 തരത്തിലുള്ള ഭിന്നസംഖ്യകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 3 തരത്തിലുള്ള ആൾക്കാരും എന്താണെന്നുള്ള അവരുടെ പേരുകൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം അവരിൽ ഓരോരുത്തരായിട്ട് നമുക്ക് എടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആളെ നമ്മൾ എന്ത് പറഞ്ഞു? സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേലേക്ക് ഒന്ന് നോക്കിക്കേ. വിഷമ ഭിന്നം അല്ലെ. വിഷമം, പേരിൽ തന്നെയുണ്ട് ഒരു വിഷമം. സോ അതിന്റെ ഇംഗ്ലീഷ് വേർഡാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. അപ്പൊ പ്രോപ്പർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റിനാണ് നമ്മൾ ഇംപ്രോപ്പർ എന്ന് വിളിക്കുക. സാധാരണത്തിന്റെ നേരെ തിരിച്ചു വരുന്ന ആളായിരിക്കും എന്ത്? വിഷമ ഭിന്നം കേട്ടോ. വിഷമ ഭിന്നം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനി അവസാനത്തതാണ് മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് മിശ്ര ഭിന്നം അഥവാ എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ? ഈ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഡീപ്പായിട്ട് ഇറങ്ങാം. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഭിന്നസംഖ്യ എന്താണ്, ഭിന്നസംഖ്യകളിൽ 3 തരങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു വെക്കുക. ഈ 3 തരങ്ങളിൽ ഓരോരുത്തരാണ് ആര്? നമ്മുടെ സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, അതേപോലെ മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ഓരോന്നിലേക്ക് കടക്കാം. പ്രോപ്പർ ഫ്രാക്ഷൻസ് അഥവാ സാധാരണ ഭിന്നം എന്നാൽ എന്ത്? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. എന്തിനാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്, അഥവാ ആരെയാണ് നമ്മൾ ഈ സാധാരണ ഭിന്നം എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്? ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പം കുറച്ചും കൂടെ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് മറ്റൊരു എളുപ്പ വഴിയിലൂടെ ഞാൻ കാര്യം പറഞ്ഞു തരാം. പക്ഷെ ആദ്യം നിങ്ങൾ ഇത് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. നോക്കിക്കേ, അംശം ഛേദത്തെക്കാളും ചെറുതായിരിക്കും. കണ്ടോ? അംശം എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഛേദം എന്ന് പറഞ്ഞാലും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രാധാന്യം ഇപ്പൊ മനസ്സിലായോ? അപ്പൊ തുടക്കത്തിൽ നിങ്ങൾക്ക് അംശം ആരാണ്, ഛേദം ആരാണെന്ന് പറഞ്ഞു തരാനുള്ളതിന്റെ പ്രധാന കാരണം ഇതായിരുന്നു. നമ്മൾ പഠിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഫ്രാക്ഷൻസ് അഥവാ നമ്മുടെ ഭിന്നസംഖ്യകളുടെ വ്യത്യസ്ത തരങ്ങൾ പഠിക്കുമ്പോൾ അവിടെ അംശത്തിനും ഛേദത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട്. ആ കാര്യത്തിൽ
ഈ കാര്യം ഞാൻ ഇവിടെ പറയുമ്പോൾ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ തുടക്കത്തിലെ അംശം എന്താണ് ഛേദം എന്താന്നുള്ളത് പഠിച്ചിരിക്കണം അല്ലെ. അപ്പൊ നോക്കിക്കേ, അംശം ഛേദത്തെക്കാളും ചെറുതായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഏതാണോ നമ്മുടെ അംശം ആ അംശം എപ്പോഴും നമ്മുടെ ഛേദത്തിനേക്കാളും ചെറുതായിട്ടേ വരാൻ പാടുള്ളൂ. അങ്ങനെ വരുന്ന ഭിന്നസംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാധാരണ ഭിന്നം. അപ്പൊ സാധാരണയായിട്ട് ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ടാവും. നമ്മുടെ പരീക്ഷകൾക്കൊക്കെ നമ്മൾ എങ്ങനെയാ മാർക്ക് ഇടാറ്? ഇപ്പം നമ്മൾ LP UP ടീച്ചർ ആവാൻ പോവാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മാർക്കിംഗ് സ്കീമും കാര്യങ്ങളൊക്കെ അറിയണ്ടായിരിക്കും. നമ്മൾ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ എപ്പോഴും ആരാ വരിക? മൊത്തമുള്ള മാർക്കും മുകളിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുമായിരിക്കും നമ്മൾ എപ്പോഴും ഇടുക അല്ലെ. എനിക്കിപ്പോ ഒരു പരീക്ഷയിൽ 100ൽ 80 കിട്ടിയെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അതിനെ എഴുതാം? 80/100 അല്ലെ. ഇങ്ങനെയായിരിക്കുമല്ലോ ഞാൻ ആ ആളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സാധാരണ ഭിന്നത്തിന്റെ ഉദാഹരണമാണ്. ഇനി നിങ്ങൾക്ക് ഓർത്ത് നോക്കാൻ പറ്റുമോ? എപ്പോഴും അംശം എന്ന് പറയുന്നത്, അതായത് മുകളിൽ എഴുതുന്ന ആള് താഴത്തെ ആളെക്കാളും ചെറുതായിരിക്കും. ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഉദാഹരണം വെച്ച് പഠിച്ചു വെക്കുക കേട്ടോ. അംശം വലുത്, ഛേദം വലുത്, ഇങ്ങനെയെല്ലാം കൂടി പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുമെന്നുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പഠിക്കുന്നവർക്ക് കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രീതിയിൽ വേണമെങ്കിലും ഫോളോ ചെയ്യാം. പക്ഷേ അതേസമയം ഈ അംശം, ഛേദം, വലുത്, ചെറുത് അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻസ് വരുന്ന ചിലരുമെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്ങനെ പഠിച്ചു വെക്കുക? നമ്മുടെ പരീക്ഷാ പേപ്പറിൽ മാർക്ക് എഴുതുന്ന രീതി സാധാരണ ഭിന്നമാണ്. അങ്ങനെ മാത്രം പഠിച്ചു വെച്ചാൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം മാർക്ക് എഴുതുമ്പോൾ താഴെ ഒരിക്കലും വലിയ സംഖ്യ വരില്ല, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഉദാഹരണം വെച്ച് കുറച്ചും കൂടെ എളുപ്പത്തിൽ ആളെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ നോക്കിക്കേ, ഇവിടെ വരുന്ന അംശങ്ങളെല്ലാം കാണാം അല്ലെ. 12/50 നമ്മുടെ ഭിന്നസംഖ്യ. അതിൽ അംശം 12 ഛേദം 50. നമ്മൾ പറഞ്ഞിരിക്കുന്നത് അംശം ഛേദത്തെക്കാളും ചെറുത്. നോക്കിക്കേ, ഛേദം എന്ന് പറഞ്ഞാൽ 50 50നേക്കാളും ചെറുതായിരിക്കും നമുക്ക് 12 എന്ന് പറയുന്ന നമ്മുടെ അംശഭാഗം വരുന്നത്. അതേപോലെ അടുത്ത സംഖ്യ നോക്കിക്കേ, 45/50. അവിടെ എന്താ പറയാൻ പറ്റുന്നത്? താഴെ വരുന്ന നമ്മുടെ ഛേദഭാഗമാണ് അംശത്തിനേക്കാളും വലുതായിരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ അംശം എന്ന് പറയുന്നത് ഛേദത്തെക്കാളും ചെറുതായിരിക്കും. ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ പരീക്ഷാ പേപ്പറിലെ മാർക്ക് ഇടുന്ന രീതി സാധാരണ ഭിന്നങ്ങളുടെ ഉദാഹരണമാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ കൺഫ്യൂഷൻസ് ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണോ? അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കുക, താഴെ വരുമ്പോഴായിരിക്കും വലിയ ആളുണ്ടായിരിക്കുക, മുകളിൽ എപ്പോഴും ചെറിയ ആളാണെങ്കിൽ അങ്ങനത്തെ ഫ്രാക്ഷനെ അല്ലെങ്കിൽ ആ ടൈപ്പിൽ വരുന്ന ഭിന്നസംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാധാരണ ഭിന്നം. ഓക്കെ, സാധാരണ ഭിന്നം എന്താന്ന് മനസ്സിലായോ? അംശം എന്തായിരിക്കണം? ഛേദത്തെക്കാളും ചെറുതായിരിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ വന്നാൽ ഉള്ള കണ്ടീഷനാണ് നമ്മൾ ആരെ പറയുന്നത്? നമ്മുടെ സാധാരണ ഭിന്നം. അംശം എന്ന് പറയുന്നത് ഛേദത്തെക്കാളും ചെറുത്. ഈ രീതിയിൽ ഓർത്ത് വെക്കാന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഐഡിയ പോലെ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ പറയുന്ന പോലെ എല്ലാം കൂടി പഠിച്ചു വെച്ച് കൺഫ്യൂഷൻ ആവുന്നവര് ഏതെങ്കിലും ഒന്ന് വൺ അറ്റ് എ ടൈം പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് പോകുന്നു. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമ ഭിന്നം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സാധാരണ ഭിന്നം കണ്ടു, അതിനെ പ്രോപ്പർ എന്ന് വിളിച്ചു. ഇപ്പൊ പഠിക്കുന്ന ആളെ ഇംപ്രോപ്പർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? നേരെ വിപരീതം അല്ലെ. അപ്പൊ നിങ്ങൾ സാധാരണ ഭിന്നം പഠിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഭിന്നത്തിൽ ആരാണോ ചെറുതാവുന്നത് അയാൾ ഇവിടെ വലുതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ആരാണ്? അംശം വലുതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് എന്നുള്ളത്. അംശം ഛേദത്തെക്കാളും വലുത് അല്ലെ. നേരത്തെ എഴുതിയാൽ നേരെ തിരിച്ചെഴുതാം. അംശം എന്താണോ അത് ആരെക്കാളും വലുതായിരിക്കണം? ഛേദത്തെക്കാളും വലുതായിരിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് എന്തിന് ഉദാഹരണമായിട്ട് അത് മാറുന്നത്? ഒരു വിഷമ ഭിന്നമായിട്ട് അയാൾ മാറുന്നത്. ശ്രദ്ധിക്കണേ, വിഷമ ഭിന്നമാണെങ്കിൽ നമ്മൾ മാർക്കിംഗ് സ്കീം പറഞ്ഞത് സാധാരണ ഭിന്നമാണ്. സാധാരണയായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന പോലെ ആലോചിക്കാം. അതേസമയം വിഷമ ഭിന്നമാണെങ്കിൽ അതിൽ നിന്നും നേരെ വിപരീതമായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ മുകളിലുള്ള ആൾ എപ്പോഴും എന്തായിരിക്കും? വലുതായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കേ, 45/10 അല്ലെ. അതിൽ 10 നമ്മുടെ ഛേദം, 45 നമ്മുടെ അംശം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ വന്ന ആൾ എന്തായി? വലിയ സംഖ്യയായിട്ട് മാറി. അടുത്ത ഉദാഹരണം നോക്കിക്കോളൂ, 34/20. അവിടെയും എന്താണ്? താഴെ വന്നത് 20 ഉള്ളൂ. 20നേക്കാളും വലിയ സംഖ്യയാണ് നമുക്ക് മുകളിലെ അംശത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതെന്തിന്റെ ഉദാഹരണമായിട്ട് മാറും? നമ്മുടെ വിഷമ ഭിന്നത്തിന്റെ ഉദാഹരണമായിട്ട് മാറും. അതേപോലെ അടുത്തത് വരുന്നത് 4/3. ഈ 4/3 നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? 3 നമ്മുടെ ഛേദം, 4 നമ്മുടെ അംശം. അപ്പൊ 3നേക്കാളും വലുതാണ് അംശത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ ഉദാഹരണമായിട്ട് മാറി? വിഷമ ഭിന്നത്തിന്റെ ഉദാഹരണമായിട്ട് മാറി. അപ്പൊ രണ്ട് തരത്തിലുള്ള ഭിന്നസംഖ്യകൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ ആൾ എപ്പോഴും ചെറുതായിരിക്കും താഴെയുള്ള ആളെക്കാളും. അത് നേരെ തിരിഞ്ഞു വരുമ്പോഴാണ് വിഷമ ഭിന്നമായിട്ട് മാറുന്നത്. അപ്പൊ സാധാരണ ഭിന്നവും എന്താണ്, അതേപോലെ വിഷമ ഭിന്നം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ടൈപ്പും കൂടി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? മിശ്ര ഭിന്നം അഥവാ ഇംപ്രോപ്പർ
ഫ്രാക്ഷൻസിന്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ. വിഷമ ഭിന്നത്തിന് നമ്മൾ വിളിച്ചിരുന്ന പേര് മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ്. അപ്പൊ മിക്സഡ് ഫ്രാക്ഷനും കൂടെ നമുക്കൊന്ന് നോക്കാനുണ്ട്. മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിശ്രം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മിക്സഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? കുറെ ആൾക്കാർ മിക്സ് ആയിട്ട് വരിക അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം കണ്ടാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെട്ടെന്ന് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ വിഷമ ഭിന്നവും സാധാരണ ഭിന്നവും ഏകദേശം ഒരേ രീതിയിലാണെങ്കിൽ മിശ്ര ഭിന്നത്തിനെ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം അതിന്റെ ഉദാഹരണം കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാതെ തന്നെ ആൻസർ പറയാൻ പറ്റും, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. അപ്പോ ഒരു പൂർണ്ണ സംഖ്യ ഉണ്ടായിരിക്കും, അതേപോലെ അതിന്റെ കൂടെ ഒരു സാധാരണ ഭിന്നവും കൂടെ ചേർന്ന് വരുന്നതാണ് ശരിക്കും എന്ത്? നമ്മുടെ മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കാണിച്ചു തരട്ടെ. 1/2 കണ്ടോ? ഇങ്ങനെ എഴുതുന്ന സംഖ്യകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് മിശ്ര ഭിന്നത്തിന്റെ ഉദാഹരണമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ ഭിന്നവും അതുപോലെ നമ്മുടെ വിഷമ ഭിന്നവും തമ്മിൽ മാറിപ്പോകുന്ന പ്രശ്നം മിശ്ര ഭിന്നവുമായിട്ട് വരില്ല എന്തായാലും. കാരണം മിശ്ര ഭിന്നമാണെങ്കിൽ അതിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരാൾ ഇപ്പുറത്ത് വെറുതെ നിൽക്കുന്നുണ്ടാവും അല്ലെ, നമുക്കൊരു പൂർണ്ണ സംഖ്യ. ഇതാണ് കേട്ടോ ഈ മിശ്ര ഭിന്നം എന്ന് പറഞ്ഞ ഇത് മൊത്തത്തിലാണ്. ഈ ഒന്നാണ് നമ്മുടെ പൂർണ്ണ സംഖ്യ. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന 1/2 കണ്ടോ? ആ 1/2 ആണ് അവിടുത്തെ സാധാരണ ഭിന്നം. അപ്പൊ ഒരു പൂർണ്ണ സംഖ്യയും അതിനോട് തൊട്ടടുത്തായിട്ട് ഒരു സാധാരണ ഭിന്നവും വരുന്ന രീതിയിലായിരിക്കും ഏതൊരു മിശ്ര സംഖ്യയും മിശ്ര ഭിന്ന സംഖ്യയും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക. മിക്സഡ് ഫ്രാക്ഷൻ ആണോ, അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഹോൾ നമ്പർ, ഒരു പൂർണ്ണ നമ്പർ ഉണ്ടാവും, ഒരു പൂർണ്ണ സംഖ്യ ഉണ്ടാവും. അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് എന്തും കാണാം? ഒരു സാധാരണ ഭിന്നവും കാണാം. അപ്പൊ അങ്ങനെ കാണുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് മിശ്ര ഭിന്നങ്ങൾ. അപ്പൊ 3 ടൈപ്പ് ഭിന്ന സംഖ്യകൾ എന്താന്നുള്ളത് നിങ്ങൾ ഓർക്കാം. ഓക്കെ, ഇതിന്റെ ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. 3/1/2 കാണുന്നുണ്ടല്ലോ. ഇതിലെ പൂർണ്ണ സംഖ്യ ഏതാണ്? അതും കൂടെ നിങ്ങൾക്ക് അറിയണം. 3/1/2 എന്ന് പറയുന്നതിന് മൊത്തത്തിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ 3 എന്ന് പറയുന്നതാണ് നമ്മുടെ പൂർണ്ണ സംഖ്യ, 1/2 എന്ന് പറയുന്നതാണ് കൂടെ വന്നിരിക്കുന്ന സാധാരണ ഭിന്നം. അതേപോലെ അടുത്ത ഉദാഹരണം നോക്കിക്കേ, 7/1/2 അല്ലെ. ഈ 7/1/2 നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ഇതിലെ പൂർണ്ണ സംഖ്യ ആയിട്ട് വരുന്നത് ആരാണ്? 7 ആണ്. 1/2 ആണ് നമ്മുടെ ആര്? സാധാരണ ഭിന്നമായിട്ട് കൂടെ വരുന്ന ആള്. അതേപോലെ അടുത്ത ഉദാഹരണം 6/1/4. അവിടെ 6 ആണ് നമ്മുടെ പൂർണ്ണസംഖ്യ, 1/4 എന്ന് പറയുന്നതാണ് സാധാരണ ഭിന്നം. അപ്പോ ഏതൊക്കെ തരത്തിലുള്ള ഭിന്നസംഖ്യകളാണ് നമ്മൾ കണ്ടെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഏതൊക്കെ തരത്തിലുള്ള ഭിന്നസംഖ്യകളെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്? ആദ്യത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സാധാരണ ഭിന്നം. സാധാരണ ഭിന്നമാണെങ്കിൽ നിങ്ങളുടെ മാർക്കിംഗ് സ്കീം ആലോചിച്ചാൽ മതി. എപ്പോഴും മുകളിൽ ആള് താഴത്തേക്കാളും ചെറുതായിരിക്കും. അതേസമയം വിഷമ ഭിന്നമാണെങ്കിൽ മുകളിലായിരിക്കും എപ്പോഴും വലിയ ആള് വരിക. മിശ്ര ഭിന്നമാണെങ്കിൽ ഒരു പൂർണ്ണസംഖ്യയും അതിനോട് അടുത്തൊരു സാധാരണ ഭിന്നസംഖ്യയും വരും. ഇങ്ങനെ എഴുതുമ്പോഴാണ് അവരെ വ്യത്യസ്ത രീതിയിലുള്ള ഭിന്നസംഖ്യകളാക്കിയിട്ട് മാറുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരിക്കും അല്ലെ മൈൻഡിൽ. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഏതൊരു വിഷമ ഭിന്നത്തെയും മിശ്ര ഭിന്ന രൂപമാക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊരു വിഷമ ഭിന്നത്തിനെയോ കേട്ടോ, നിങ്ങൾ 2-3 പേരെയാണ് മൊത്തം പഠിച്ചത്. അതിലെ സാധാരണ ഭിന്നം തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. പക്ഷെ വിഷമ ഭിന്നമാണെങ്കിൽ വിഷമ ഭിന്നത്തിനെ നമുക്ക് മിശ്ര ഭിന്ന രൂപമാക്കാൻ സാധിക്കും. അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്കൊരു മിശ്ര ഭിന്നം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വിഷമ ഭിന്നമാക്കാനും സാധിക്കുന്നതാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ സാധാരണ ഭിന്നമാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. സാധാരണ ഭിന്നത്തിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം സാധാരണത്തിനെ മിശ്ര ഭിന്നതാക്കി മാറ്റാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമുക്ക് വേണ്ട. എന്ത് നിങ്ങൾ പഠിച്ചു വെക്കാം, നമുക്ക് വേണ്ടത് വിഷമ ഭിന്നമാണ്. ആ വിഷമ ഭിന്നത്തിന് മിശ്ര ഭിന്ന രൂപമാക്കാനും തിരിച്ച് അതേപോലെ മിശ്ര ഭിന്നത്തിന്റെ വിഷമ രൂപത്തിലേക്ക് മാറ്റാനും സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനത്തെ 2 പേരെ തമ്മിൽ മാറ്റുന്ന രീതി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലായിട്ട് കാണാം. ക്ലിയർ ആണോ? അപ്പൊ ഫ്രാക്ഷൻസ് എന്താണ് അഥവാ ഭിന്നസംഖ്യകൾ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഭിന്നസംഖ്യകളാണ് മൊത്തത്തിലുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, താങ്ക് യു.